ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസാണ്. അതിൻ്റെ ഓരോ വാക്കിൻ്റെയും ഇംഗ്ലീഷ് അർത്ഥം നമുക്കറിയാം. ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു പ്രസ്താവന നടത്തുകയാണ്. ഞാൻ നിന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നുവെന്നോ, ഞാൻ നിന്നെ സ്നേഹിക്കുമെന്നോ, ഞാൻ നിന്നെ സ്നേഹിക്കുകയായിരുന്നുവെന്നോ ഒന്നുമല്ല. ജനറലായിട്ട് നമ്മൾ പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടൊന്നും വേണ്ട അത് പറയാനായിട്ട്. നമുക്ക് ഈ ടെൻസിൻ്റെ ചാർട്ടൊന്ന് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ടെൻസിൻ്റെ താഴെ സിമ്പിൾ, പ്രസൻറ്റിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? വെർബ് അല്ലെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ചേർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ സെൻറ്റൻസിൽ വെർബ് എന്താണ്? അല്ലെങ്കിൽ ആക്ഷൻ എന്താ? ലവ്, സ്നേഹിക്കുക എന്നുള്ളത് ആക്ഷൻ. അപ്പോൾ അത് ലവ് അങ്ങനെ തന്നെ വെച്ചിരിക്കാം. വേറെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഇത് പാർട്സ് ഓഫ് സ്പീച്ച്. അതിലുള്ള ഓരോ വാക്കുകളും ഇംഗ്ലീഷിലെ ഏത് പാർട്ടിൽ പെടുന്നതാണ്. ഇപ്പം ഇതിൻ്റെ ഇടതുവശത്ത് കാണുന്ന 8 പാർട്സ് ഓഫ് സ്പീച്ച്. നമുക്ക് ആ സെൻറ്റൻസിൽ പ്രോനൗണും വേർബും മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ. ഐയും പ്രോനൗണാണ്, യുവും പ്രോനൗണാണ്, ലവ് വേർബാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ആ സെൻറ്റൻസിൽ ആവശ്യം വന്നിട്ടുള്ളൂ. വേർബ് നേരെ അങ്ങ് വെക്കുന്നു, അതിനോട് ഒന്നും ചേർക്കുന്നില്ല.